അഡ്വക്കേറ്റ് ടി ബി മിനി, കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് പരിശോധിക്കുന്നത്. കേസെടുക്കാൻ പരാതികൾ മുന്നിലില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ കോടതിയിലും സ്വീകരിക്കുന്നത്. എത്രത്തോളം ഈ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന്? അത് കോടതി ചെയ്യേണ്ട കാര്യമാണ്. ഞാനതിൽ ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ സർക്കാർ പറഞ്ഞത് ശരിയല്ല. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നമ്മൾക്ക് തന്നിട്ടുള്ള ഭാഗമല്ലേ, ആ ഭാഗത്ത് തന്നെ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് കേവലം ഒരു കമ്മിറ്റി ഒന്നുമല്ല. ഈ ഹേമ കമ്മിറ്റി തന്നെ അതിൽ എങ്ങനെയാണ് അവർ മൊഴിയെടുത്തതെന്നും ആരെയൊക്കെ കണ്ടാണ് മൊഴിയെടുത്തതെന്നും എങ്ങനെയാണ് അവർക്ക് നോട്ടീസ് സർവ് ചെയ്തതെന്നും പോലീസ് വഴി നോട്ടീസ് സർവ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്നും നമ്മൾക്ക് പുറത്തു കിട്ടിയ ആ 253 പേജിൽ തന്നെ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. അതായത് പാരഗ്രാഫ് 31 മുതൽ 40 വരെയുള്ള പാരഗ്രാഫിൽ എത്രത്തോളം സൂക്ഷ്മമായി, അതേസമയം ഈ പരാതി നൽകിയവരുടെ പ്രൈവസിയെ ബഹുമാനിച്ചുകൊണ്ടാണ് അവരുടെ പേര് പുറത്ത് വിടരുതെന്ന് പറയണത്. എന്ന് കരുതി ആ റിപ്പോർട്ടിൽ പേരില്ലാന്നോ ആ റിപ്പോർട്ടിൽ സ്റ്റേറ്റ്മെന്റുകളിൽ അനോണിമസ് ആണോ എന്ന അർത്ഥം അതിലില്ല. അങ്ങനെ പറയുന്ന ആ റിപ്പോർട്ടും ആ കമ്മിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മാത്രമാണ് അങ്ങനെ അനോണിമസ് ആണെങ്കിൽ, അങ്ങനെ പേരുകൾ പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്? പിന്നെ ഇത്രയും കൃത്യമായി കമ്മീഷൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രം ഇല്ലാണ്ടല്ല, അതിന്റെ ഇൻഡെക്സ്, അതായത് നമുക്കിപ്പോ 2 വോള്യമായി കൊടുത്തതിൽ 1 വോള്യത്തിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് നമ്മൾക്ക് പുറത്തുവിട്ടത്. അത് മതി, നമ്മൾക്ക് പുറത്തുവിടണമെന്നില്ല. പക്ഷെ സർക്കാരിന് പരിശോധിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല, നടപടി എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മാത്രമല്ല പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വനിതാ കമ്മീഷനെ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, എന്താ വനിതാ കമ്മീഷനെ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതിയുടെ ഉത്തരവ്, മുഴുവൻ റിപ്പോർട്ടും മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കോടതിയുടെ നിർണായകമായ ഉത്തരവ്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ, അതും മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട്, മുഴുവൻ റിപ്പോർട്ടും എഡിറ്റ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വന്നിരിക്കുന്ന പേജുകൾ മാത്രമല്ല, മുഴുവൻ റിപ്പോർട്ടും മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 10 ഹാജരാക്കാനും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി.